സാമ്പത്തിക ദുരന്തമാണ് നേരിട്ടത്. മദ്യത്തിൽ നിന്നുള്ള വലിയ വരുമാനം കൂടാതെ ഗവൺമെന്റിൽ നിന്ന് മുമ്പോട്ട് പോകാൻ വയ്യാത്തൊരു സ്ഥിതിവിശേഷമായി ഉടനടി മദ്യം തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് അവരുടെ ആനുവൽ വരുമാനം ഒരു 11,000 കോടിയൊക്കെയാണ്. ഓരോ വർഷവും അടിക്കടി മദ്യ വരുമാനം വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ കോടതിയുടെ വിധി ഒരു സിംഗിൾ ജഡ്ജിയുടെ വിധിയാണ്. കോടതി വിധി സാധാരണ ഇപ്പോഴത്തെ വിധി ഒരു കാരണവശാലും ഞാൻ തെറ്റ് കാണുന്നില്ല. മദ്യനയം സർക്കാരിന്റെ ഒരു പോളിസി ഡിസിഷൻ കോടതി സാധാരണ ഇടപെടിയല്ല. ഭരണഘടന അനുസരിച്ച് മദ്യ നിരോധനം കൊണ്ടുവരണം, കാലക്രമേണ കൊണ്ടുവരണം എന്നാണ് ഭരണഘടന ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ വേറൊന്ന്, കോടതി എപ്പോഴും ഒരു മദ്യ ബിസിനസ്, ഒരു മദ്യ വ്യവസായം അനുവദിക്കുകയാണെങ്കിൽ അത് വിവേചനയില്ലാതെ ചെയ്യണം. അത് മദ്യനയത്തിലെ റൂളിനകത്ത് ഒരു പോളിസി, ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുള്ളത്, മദ്യനയം രൂപീകരിക്കുമ്പോൾ വിനോദസഞ്ചാര വ്യവസായത്തിന് മുൻഗണന കൊടുക്കണം. അപ്പൊ വിദേശികൾക്ക് മദ്യം ഒരു അനിവാര്യമായ കാര്യമാണ്. വിനോദത്തിന് വരുന്നവര്, അവധിക്ക് വരുന്നവര് തീർച്ചയായിട്ടും അവര് മദ്യം അവരുടെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് കോടതി ഒരു പക്ഷേ 5 സ്റ്റാർ ഹോട്ടലുകളിൽ കൂടെ 4 സ്റ്റാർ ഹോട്ടലുകളിൽ ടൂറിസ്റ്റുകൾക്കുള്ളതാണെന്ന് പറഞ്ഞു. 4 സ്റ്റാർ ഹോട്ടലുകൾക്കും ഹെറിറ്റേജ് ഹോട്ടലുകൾക്കും കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ ഇപ്പൊ ഈ കാശ്മീരിലെ വലിയ ഒരു കലാപഭൂമിയായി കാശ്മീർ മാറിയതിനു ശേഷം വടക്കോട്ട് പോകുന്ന ടൂറിസ്റ്റുകൾ മിക്കവാറും തെക്കോട്ട് കേരളത്തിലേക്ക് വന്നത്. വടക്കേന്ത്യൻ ടൂറിസ്റ്റുകൾ, നമ്മൾ വിദേശത്ത് വരുന്ന സമ്പന്നരായ. ഒരൊറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ജോണി കുര്യാക്കോസ് കൊച്ചിയിലുണ്ട്. ശ്രീ ജോണി കുര്യാക്കോസ്, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയമാണ്. ഈ നയത്തിന് പിന്നിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള ശ്രീ PM മനോജ് വിമർശിക്കുന്നത് പോലെ ഇമേജ് മേക്കിംഗ് പോലുള്ള കാര്യങ്ങൾ പോലും നടന്നിട്ടുണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും ഈ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയത്തിന് കോടതി വിധിയിലൂടെ അംഗീകാരം ലഭിക്കുമ്പോൾ ഇനി അങ്ങോട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുക, സംസ്ഥാന സർക്കാരിൻ്റെ നയത്തിന് സംസ്ഥാനത്തെ സമൂഹത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ട് ഈ സമൂഹ പ്രതിബദ്ധത കാണിച്ച് ഇനി അങ്ങോട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നതിലേക്കല്ലേ നിങ്ങൾ പോകേണ്ടത്? അത് ആലോചിക്കുമോ? ഒരിക്കലുമല്ല. 23,000 കോടി രൂപ മുതൽ മുടക്കിയ വ്യവസായികളാണ് ഞങ്ങൾ. ആ രീതിയിൽ വേണം ഞങ്ങളെ കാണാൻ. 23,000 കോടി രൂപ മുടക്കിയ വ്യവസായികളെന്നുള്ള പരിഗണന ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതുപോലെ മദ്യം നിരോധിക്കുമ്പോൾ കേരളത്തിലെ ടൂറിസം എന്ന് പറയുന്ന വ്യവസായവും 25,000 കോടി നമുക്ക് നേടിത്തരുന്നതാണ്. അതും ഒരുപാട് താഴേക്ക് പോകുന്ന ഒരവസ്ഥയുടെയുണ്ട്. 45,000 തൊഴിലാളികൾ വഴിയാധാരമാവുന്നു. തീർച്ചയായിട്ടും ഇന്ന് കോടതി വിധിയിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ അവസാനിക്കുന്ന രീതിയിലല്ല ഇന്ന് കോടതി വിധി വന്നിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ നയത്തെ കോടതി വളരെ വ്യക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 312 ബാർ ഹോട്ടലുകൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതിൽ 34 4 സ്റ്റാർ ഹോട്ടലും 8 ഹെറിറ്റേജ് ഹോട്ടലുകളും തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഭാഗികമായി ഞങ്ങളുടെ വാദവും കോടതി പരിഗണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സിംഗിൾ ബെഞ്ച് വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് പറയുന്നു 4 സ്റ്റാറിനും കൊടുക്കണം, സർക്കാർ പറഞ്ഞു 4 സ്റ്റാറിന് കൊടുക്കില്ലെന്ന്. ഇനി ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു. എന്തുകൊണ്ട് അവിടെ 4 സ്റ്റാറിനും 3 സ്റ്റാറിനും കൊടുക്കില്ല എന്ന് നമുക്ക് പറയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ക്ലിയർ കട്ടായിട്ട് ഇവിടെ ഒരു വിവേചനം നിലനിൽക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 14 വളരെ വ്യക്തമായിട്ട് പറയുന്നു ഒരു വിവേചനം പാടില്ല എന്ന്. ഇവിടെ 4 സ്റ്റാറിന് കൊടുക്കാം, 5 സ്റ്റാറിന് കൊടുക്കാം, ക്ലബിന് കൊടുക്കാം, KSB ഷോപ്പുകൾ പ്രവർത്തിക്കാം, കള്ള് ഷാപ്പുകൾ പ്രവർത്തിക്കാം. ഏതാനും വ്യവസായികൾ, വ്യവസായം എന്ന നിലയിൽ മുതൽ മുടക്കിയ വ്യവസായികൾ അടച്ചു പോകണം എന്ന് പറയുമ്പോൾ അതിലൊരു വിവേചനമുണ്ട്. ആ വിവേചനത്തിനെതിരെയാണ് താങ്കളിലേക്ക് വരാം. ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ലാലി വിൻസെന്റ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലെ താങ്കൾ നിയമവിദഗ്ധ കൂടെയാണല്ലോ. ഈ വിവേചനം എന്നതായിരുന്നു അവരുന്നയിച്ച പ്രധാനപ്പെട്ട പോയിന്റ്. അത് ഭാഗികമായി അവരുടെ വാദങ്ങൾ കൂടെ അംഗീകരിച്ചിട്ടുണ്ട് എന്നവർ അവകാശപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ 4 സ്റ്റാർ ബാറുകൾക്ക് കൂടെ പ്രവർത്തനാനുമതി നൽകിയതിലോടുകൂടി വിവേചനം എന്നത് കുറച്ചുകൂടെ ഉയരുകയാണ്. ഈ വിവേചനം എന്നത് അവിടെ ഉണ്ട് എന്നത് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് ആ പോയിന്റ് പിടിച്ചുള്ള ഇനി അങ്ങോട്ട് തുടരുന്ന നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇപ്പോൾ കാണുന്നതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക്, സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയത്തിന് തിരിച്ചടി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കില്ലേ? ഈ വിവേചനം എന്ന പോയിന്റ് വാലിഡ് അല്ലേ? വിവേചനം എന്ന പോയിന്റ് മദ്യ വ്യവസായത്തിൻ്റെ ആളുകളോ മദ്യ ഉപഭോഗം ചെയ്യുന്ന ആളുകളോ ആവശ്യപ്പെട്ടാൽ അത് ശരിയാവില്ല. കാരണം വിവേചനം
നിയമത്തിൻ്റെ മുമ്പിലും സർക്കാരിൻ്റെ മുമ്പിലും വരുന്നത് മൗലിക അവകാശത്തിന് ധംസനമുണ്ടായാലാണ്. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മൗലിക അവകാശങ്ങളോ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലോ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് മൗലികമായി എന്തെങ്കിലും അവകാശ ധംസനം ഉണ്ടായാലാണ് വിവേചനം എന്ന് നാം ഉദ്ദേശിക്കുന്നത്. ഈ മദ്യത്തിൻ്റെ നിയമത്തിൽ തന്നെ ഗവൺമെൻറ്റിന് കൃത്യമായി തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. ചില ഗ്രാമങ്ങളിലോ ചില പട്ടണങ്ങളിലോ ചില പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലോ വേണമെങ്കിൽ മദ്യം വിൽപ്പന ചെയ്യുന്നതിന് നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് സ്വന്തം വിവേചനാധികാരം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ട് ആ വിവേചനാധികാരം ഗവൺമെൻറ്റിൻ്റെ നയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ബാർ ഉടമകൾ പറയുന്ന വിവേചന അവകാശമോ അധികാരമോ അവരെ സംബന്ധിച്ച് അവർക്ക് ഗുണകരമായി മാറുകയില്ല. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഏതെങ്കിലും മദ്യപൻ വന്ന് എനിക്ക് മദ്യം കുടിക്കണം, അതെൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞൊരു കേസില്ല. ബിസിനസ്സുകാർ, മദ്യവ്യവസായവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർ ഞങ്ങളുടെ വ്യവസായത്തെ ബാധിക്കുന്നു, ഞങ്ങൾ മുതൽ മുടക്കിയത് നഷ്ടപ്പെട്ടു പോകുന്നു, ഞങ്ങൾക്ക് ലാഭമില്ലാതെ പോകുന്നു, ഞങ്ങൾക്ക് കച്ചവടം കിട്ടാതെ പോകുന്നു, ഇതൊക്കെയാണ് സങ്കടമായി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഗവൺമെൻറ്റിൻ്റെ നയത്തിൽ വിവേചനമുണ്ട് എന്നുകൂടെ പറഞ്ഞു. കോടതി പരിശോധിക്കുക, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അവകാശങ്ങളെ വ്യക്തികൾക്ക് നൽകുമ്പോൾ അത് ധാർമ്മികമായിരിക്കണം, സാന്മാർഗികമായിരിക്കണം, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അവകാശങ്ങളിൽ പെട്ടതായിരിക്കണം. അത്തരം കാര്യങ്ങളിൽ ഒരു ധംസനമല്ല മദ്യപിക്കാൻ വേണ്ടി സൗകര്യമുണ്ടാക്കുക എന്നുള്ളത്. തീർച്ചയായും വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PM മനോജ്, താങ്കൾ നേരത്തെ വിമർശിച്ചു, അത് പൊതുവിൽ കേരള സമൂഹത്തിന് അത്തരമൊരു ചിന്തയുണ്ട് എന്ന് സമീപ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ ഉള്ളതാണ്. VM സുധീരൻ്റെ രാഷ്ട്രീയ കളിക്ക് മേൽ ഉമ്മൻചാണ്ടി കടന്നു കയറി കുറച്ചുകൂടെ സമർത്ഥമായൊരു ചുവട് വെച്ചതാണ് ഇതിനൊക്കെ കാരണമാക്കിയത് എന്ന്. ശരി, ആ വിമർശം അതുകൊണ്ടാണ് ഈ മദ്യനിരോധം ആവശ്യമായ ചർച്ചകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ചാടിച്ചെന്ന് എത്തിയത് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും, അങ്ങനെ പറയാമെങ്കിൽ തന്നെയും അതിൻ്റെ ഗുണഫലമല്ലേ ഉണ്ടായിരിക്കുന്നത്? മദ്യം ഉണ്ടാവുകയില്ല കേരളത്തിൽ. മദ്യപാനം എന്ന മഹാവിപത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇത് കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നത് കൊണ്ട് സമൂഹത്തിന് അങ്ങനെയൊരു കാരണമാവുകയും ചെയ്യും. അങ്ങനെയൊരു ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ കളി ആ അർത്ഥത്തിൽ പോസിറ്റീവാണ് സമൂഹത്തിന് ചെയ്തത് എന്ന് വിലയിരുത്തേണ്ട സമയമല്ലേ ഇത്? പറയുന്നത് മദ്യത്തിനെതിരെയാകുമ്പോൾ കിട്ടുന്ന കയ്യടി, ആ കയ്യടിയാണ് ഇത്തരം വിമർശനങ്ങളെപ്പോലും മദ്യത്തിന് അനുകൂലമായ പ്രതികരണങ്ങളാക്കി ചിത്രീകരിക്കാനുള്ള സാഹചര്യമൊരുക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് സമ്പൂർണ്ണ നിരോധനത്തെക്കുറിച്ചാണ്. ഈ ലോകത്തെവിടെയാണ് സമ്പൂർണ്ണ മദ്യനിരോധനം പ്രാവർത്തികമായിട്ടുള്ളത്? ലോകത്തെവിടെയാണ് അത്തരം തീരുമാനങ്ങൾ നടപ്പാക്കിയപ്പോൾ പരാജയപ്പെട്ടിട്ടില്ലാത്തത്? ഇപ്പോൾ 60 വർഷമായി ഗുജറാത്തിൽ മദ്യനിരോധനമുണ്ട്. ഇപ്പോഴവസാനം വന്ന വാർത്ത നാമെല്ലാം കണ്ടതാണ്. അവിടെ ഹോട്ടൽ മാനേജർമാർക്ക് വരുന്ന സന്ദർശകർക്ക് മദ്യം ലഭ്യമാക്കാനുള്ള പെർമിറ്റ് നൽകാനുള്ള അധികാരമാണ് അവസാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ മദ്യത്തിനെതിരെ കേരളീയൻ്റെ മദ്യപാനശീലം അത് വളരെ മോശമായ ശീലമാണ്. ഈ പാശ്ചാത്യരുടെ മദ്യപാനശീലവും അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ അനാരോഗ്യപരമായ പ്രവണതകളുണ്ട്. അത് ശക്തി പ്രാപിക്കുന്നുണ്ട്. ഉത്സവാഘോഷങ്ങളിലും അതുപോലെ മറ്റ് സാധാരണ ജീവിതത്തിലെ വ്യത്യസ്ത മുഹൂർത്തങ്ങളിലുമൊക്കെ മദ്യസൽക്കാരം നടത്താനുള്ള അഭിവാഞ്ച വല്ലാതെ കൂടി വരുന്നുണ്ട്. അതിനെതിരെ ശക്തമായ സോഷ്യൽ മൂവ്മെൻ്റ് ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങൾ പരിശോധിച്ച് ശാസ്ത്രീയമായി എങ്ങനെ മദ്യത്തെ അകറ്റി നിർത്താം, മദ്യവിപത്തിനെ അകറ്റി നിർത്താം എന്ന് പരിശോധിച്ച് തീരുമാനത്തിലെത്തുന്നതിന് പകരം ഒരു പ്രത്യേക ഘട്ടത്തിൽ യാതൊരു വിചാരവുമില്ലാതെ ചെപ്പടി വിദ്യയായ ഒരു തീരുമാനത്തിലെത്തുകയും ആ തീരുമാനം ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഏത് തരത്തിലുള്ള മദ്യ ലഭ്യതയാണ് ഇവിടെ കുറയുന്നത്? ബീവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ, അതുപോലെ ഇപ്പോൾ തുറന്നു വെക്കുന്ന വലിയ ബാറുകൾ, അത് കഴിഞ്ഞ് കള്ള് ഷാപ്പുകൾ, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, പട്ടാളത്തിൻ്റെ ഷോപ്പുകൾ, അന്യസംസ്ഥാനങ്ങളിലുള്ളത്, മാഹിയിലുള്ളത്, ഇങ്ങനെ മദ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതയും തുറന്നു കിടക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ മദ്യനിരോധനം നടപ്പാക്കിയപ്പോഴും ഇപ്പോൾ അട്ടപ്പാടിയിലാണല്ലോ മദ്യനിരോധനം നടപ്പാക്കിയ 22 പതിറ്റാണ്ടായിട്ട്. അവിടെ ഒരു മിസ് കോൾ കൊടുത്താൽ അപ്പോൾ മദ്യം കിട്ടുമെന്നാണ് പറയുന്നത്.
അതുപോലെ കേരളത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിൽ ലഹരി പദാർത്ഥങ്ങൾ, കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വരുന്നു. സ്പിരിറ്റിൻ്റെ ഒഴുക്ക് അതിർത്തികളിലൂടെ കടന്നു വരുന്നു. ഇതൊക്കെ നിയന്ത്രിക്കുകയും ഇതൊക്കെ വരും എന്ന പ്രതീക്ഷയോടെ അതിനൊക്കെ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുകയും അത് ജനാധിപത്യപരമായ ചർച്ചയിലൂടെ, ശാസ്ത്രീയമായ ചർച്ചയിലൂടെ, ജസ്റ്റിസ് രാമേന്ദ്രൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളടക്കം ഉൾക്കൊണ്ടുകൊണ്ട് കോടതി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടില്ല എന്നാണ് വിമർശനം ഉന്നയിച്ചത്. അങ്ങനെ ഒരു ശാസ്ത്രീയമായ സമീപനം, രാഷ്ട്രീയമായ സമീപനം, പ്രായോഗികമായ സമീപനം കൈക്കൊള്ളുന്നതിന് പകരം ഈ പറഞ്ഞ ധൃതി വെച്ചത് കൊണ്ടുണ്ടാവുന്ന അപകടങ്ങളാണ് സൂചിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം തൊഴിലാളികളുടെ തന്നെയാണ്. 45,000 തൊഴിലാളികളെന്ന് പറഞ്ഞു. അനുബന്ധ തൊഴിലെടുക്കുന്നവർ വേറെയുണ്ട്. അവരുടെ കുടുംബങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അവർ വേറെ തൊഴിൽ നോക്കി പോകണമെന്നാണ് പറഞ്ഞ്. തെങ്ങേ കയറുന്നവർ അത് നിർത്തിയപ്പോൾ വേറെ തൊഴിൽ അത്ര ലാഘവത്തോടെ കാണേണ്ടതാണോ വിഷയം? ഒരു സുപ്രഭാതത്തിൽ 1,00,000 തൊഴിലാളികൾക്ക് തൊഴിലില്ലാതാവുമ്പോൾ 1,00,000 കുടുംബങ്ങൾ വരുമാനമില്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രത്യാഘാതം ചെറുതാണോ? അവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കി അത് ഇങ്ങനെയാണ് ജനങ്ങളെയും അവരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ, അവരെ കണ്ണീരിലേക്ക് തള്ളിവിടാതെ അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒരു പദ്ധതി അവതരിപ്പിക്കാനും അത് രൂപീകരിക്കാനുമുള്ള ചുമതല സർക്കാരിനില്ലേ? അതെന്തുകൊണ്ട് നിറവേറ്റിയില്ല? അതുപോലെ ഈ ഉടമകളുടെ പ്രതിനിധികൾ പറഞ്ഞു, അവർ ഒരു സുപ്രഭാതത്തിൽ അവരുടെ ബാറുകൾ അടച്ചു. ആ ബാറുകൾ അടച്ചതിന് ശേഷം നിലവാരം ഉയർത്താൻ അവരോട് പറഞ്ഞു. അവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിലവാരം ഉയർത്തി. ആ നിലവാരം ഉയർത്തിയതിനു ശേഷം നിങ്ങൾ ഇനി തുറക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. എന്നാൽ വീണ്ടും വിചാരത്തോടെയാണെങ്കിൽ നിങ്ങളുടെ ബാർ ഇനി തുറക്കാൻ യാതൊരു സാധ്യതയുമില്ല, ഞങ്ങളുടെ നയം ഇതാണ്, ഇത് തുറപ്പിക്കാൻ പോകുന്നില്ല എന്ന് ആത്മാർത്ഥതയോടെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഈ കോടികൾ നഷ്ടപ്പെടുമായിരുന്നു. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോണി കുര്യാക്കോസ്, ഈ നിയമപരമായി വിവേചനം എന്നത് ഇന്നത്തെ കോടതി വിധിക്ക് ആധാരമായിട്ടുള്ള കാര്യങ്ങളിലും നിലനിന്നിട്ടില്ല, ഇനി അങ്ങോട്ടും നിലനിൽക്കുകയില്ല എന്നാണ് ശ്രീമതി ലാലി വിൻസെന്റ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു. ഇനി അങ്ങോട്ടെങ്കിലും ഏതായാലും ഇത്ര പൈസ മുടക്കിപ്പോയി, നിലവാരം ഉയർത്താൻ പറഞ്ഞു, സർക്കാർ ഒരു തരത്തിൽ വഞ്ചനയാണ് നിങ്ങളോട് ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴും ഇനി അങ്ങോട്ടും ആ തന്ത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ആ കുഴപ്പത്തിൽ തന്നെ ചെന്ന് ചാടാതെ പിന്തിരിഞ്ഞു പോകുന്നതല്ലേ ഈ ഘട്ടത്തിലും നല്ലത്? പിന്തിരിഞ്ഞു പോകാനായിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ നമ്മൾ പിന്തിരിഞ്ഞു പോകാൻ പറയുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കിയ വ്യവസായികളോടും ഈ തൊഴിലിൽ വിശ്വസിച്ച് ജീവിക്കുന്ന തൊഴിലാളികളോടുമാണ്. അതിനൊക്കെ സമയം കൊടുക്കണ്ടേ? സമയം കൊടുത്തിട്ട് വേണ്ടേ ഇങ്ങനെയൊക്കെ ഒരു നയം രൂപീകരിക്കാനായിട്ട്? ഗവൺമെൻറ് ഈ നയം രൂപീകരിക്കുന്നതിന് മുമ്പ് ശാസ്ത്രീയമായ എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? ഇന്ന് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നു, രാമചന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് പരിഗണിച്ചിട്ടില്ല, ബാറുകളെ തരംതിരിച്ചതിൽ ശ്രദ്ധിച്ചിട്ടില്ല ഗവൺമെൻറ്. അപ്പോൾ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു സർക്കാർ എടുക്കേണ്ട മുൻകരുതലുകൾ ഒന്നും എടുക്കാതെ കോൺഗ്രസിലെ 2 വിഭാഗം നേതാക്കൾ തമ്മിലുള്ള മത്സരം തീർക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്നെടുത്ത തീരുമാനത്തിനനുസരിച്ചാണോ ഒരു നയം നടപ്പാക്കേണ്ടത്? അതല്ല ഇത്രയും കോടതിയും വിവാദവുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നത്? തീർച്ചയായിട്ടും സമയം ഇപ്പോൾ 10 വർഷം കൊണ്ട് 10% KSBC ഷോപ്പ് അടച്ചുകൊണ്ട് വരുന്നു എന്ന് പറയുന്നത് പോലെ 10% ബാറുകൾ, നിലവാരം കുറഞ്ഞ ബാറുകൾ അടച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നേരത്തെ താങ്കൾ ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് മറ്റു വ്യവസായങ്ങളിലേക്ക് മാറാനൊക്കെയുള്ള സമയം കിട്ടുമായിരുന്നു. ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് ഞങ്ങളോട് മാറണം എന്ന് പറയുമ്പോൾ 3000 കോടി രൂപ ഞങ്ങൾ KFC അടക്കമുള്ള വ്യാപാര ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എടുത്തിരിക്കുന്ന ലോണുകൾ ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു പുതിയൊരു വ്യവസായം ആരംഭിച്ചുകൂടെ? ഞങ്ങൾക്ക് ഇനി ആരെങ്കിലും ലോൺ തരുമോ? ഏതെങ്കിലും സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് ലോൺ തരില്ല. കാരണം ഞങ്ങളുടെ എടുത്തിരിക്കുന്ന ലോൺ ഞങ്ങൾ തിരിച്ചടയ്ക്കുന്നില്ല, അടയ്ക്കാൻ നിർവാഹമില്ല. എങ്ങനെ ഞങ്ങൾ പുതിയൊരു ബിസിനസ്സിലേക്ക് പോകും? അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ഒരു നയം നടപ്പാക്കുമ്പോൾ ഒരുപാട് പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ പഠനങ്ങളൊന്നും നടത്താതെയാണ് ഇവിടെ ഇത് നടപ്പാക്കിയിരിക്കുന്നത്.